നമ്മുടെ വീടിൻ്റെ സ്റ്റെയർ കേസ് പണിതതിന് ശേഷം നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണത്. അതായത് ഈ പണിതിട്ടുള്ള സ്റ്റെപ്പൊക്കെ ഒരേ ഹൈറ്റ് ഒരേ റൈസ് ഒക്കെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ണടച്ചിട്ട് നമ്മൾ സ്റ്റെപ്പ് പെട്ടെന്നൊന്ന് ഇറങ്ങി നോക്കുക. അപ്പോൾ ഈ പെട്ടെന്ന് ഇറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിലൊക്കെ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഫീൽ ചെയ്യും. നമ്മൾ ശ്രദ്ധിച്ചിട്ട് സ്റ്റെപ്പിലേക്ക് നോക്കിയാണ് ഇറങ്ങുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല. പക്ഷേ നമ്മൾ കണ്ണടച്ചിട്ട് ആ സ്റ്റെപ്പ് പെട്ടെന്നൊന്ന് ഇറങ്ങുമ്പം നമുക്കൊരു വീഴാൻ പോകുന്നൊരു ഫീലൊക്കെ തോന്നുകയാണെങ്കിൽ ആ ഒരു സ്റ്റെപ്പിന് എന്തോ ഹൈറ്റ് കൂടുതലോ അല്ലെങ്കിൽ ഹൈറ്റ് കുറവോ മറ്റുള്ള സ്റ്റെപ്പുകൾ അപേക്ഷിച്ചുണ്ടാവും. അപ്പോൾ അങ്ങനെ വീഴാൻ പോകുന്നൊരു ഫീൽ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ കോൺട്രാക്ടറോട് നമ്മൾ തീർച്ചയായിട്ടും പറയണം. അതുകൂടെ ശരിയാക്കി തന്നാൽ നമ്മൾ പൈസ തരുള്ളൂ എന്ന് സ്ട്രിക്റ്റായിട്ട് പറയണം. കാരണം നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ടാണ് ഈ വീടൊക്കെ പണിയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഭാവിയിൽ നമ്മളൊക്കെ സ്പീഡൊക്കെ സ്റ്റെപ്പ് ഇറങ്ങുന്ന ആൾക്കാരാണ്. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഇങ്ങനത്തെ ഒരു ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വീണ് പോകും. അപ്പം ആ കാര്യങ്ങളൊക്കെ ശരിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ടൈലിൻ്റെ പണി തുടങ്ങാൻ പാടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഓരോ സ്റ്റെപ്പ് ഒരു 15 സെൻറ്റി 16 17 സെൻറ്റി മാക്സിമം ഹൈറ്റ് ഉണ്ടാകാൻ പാടുള്ളൂ. എല്ലാ സ്റ്റെപ്പും ഒരേ സെൻറ്റിമീറ്റർ തന്നെ നമുക്ക് ഹൈറ്റ് വേണം, ഒരേ ഹൈറ്റ് വേണം. അതൊരു 15 സെൻറ്റി മുതൽ 17 സെൻറ്റി വരെ നമുക്ക് പോകാം. പക്ഷേ എത്രയാണെങ്കിലും എല്ലാം ഒരേ അളവ് തന്നെ വേണം. 1 മില്ലിമീറ്റർ പോലും അതിലൊരു വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങുമ്പോൾ ശരിക്കും അത് ഫീൽ ചെയ്യും. നമ്മൾ സാവധാനം ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ സ്പീഡൊക്കെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവുക. ചിലപ്പോൾ നമ്മൾ സ്റ്റെപ്പിൽ നിന്ന് വീണ് പോകാൻ ചാൻസ് ഉണ്ട് ഈ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.